ഇൻസ്റ്റഗ്രാമിലെ റീൽസിന് വ്യൂസ് കൂട്ടണോ അതും അൺലിമിറ്റഡ് ആയിട്ട്? ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുവാണെന്ന് അറിയും മച്ചന്മാരെ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് വീഡിയോയ്ക്ക് ഇഷ്ടം പോലെ വ്യൂസ് കൂട്ടാൻ പറ്റും. അതും 1,00,000 വ്യൂസ്, 10,00,000 വ്യൂസ് വരെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ 100% സേഫാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെബ്സൈറ്റ് ഏതാണെന്നൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവൻ്റെ മോന്തയ്ക്ക് എന്ത് ഇത്രയും വെട്ടം അടിക്കുന്നുണ്ട്? അതെന്തോന്ന് വെച്ചാലേ മച്ചന്മാരെ, ഞാനിപ്പോൾ വെയിലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുള്ളൂ. അല്ലാതെ ഞാൻ അപ്പുറത്തോട്ടൊക്കെ നിന്ന് എടുക്കുമ്പോൾ വെട്ടം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഇത് മലയാളികൾ ഇറക്കിയ ഒരു വെബ്സൈറ്റാണ്. അതിൽ നിന്ന് നമുക്ക് 1 രൂപയ്ക്ക്, 2 രൂപയ്ക്കും, 10 രൂപയ്ക്കും, 100 രൂപയ്ക്കും, 1000 രൂപയ്ക്കും ഒക്കെ നമുക്ക് വ്യൂസ് വാങ്ങാൻ പറ്റും. ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ആ വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മച്ചാന്മാരെ. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഇൻസ്റ്റഗ്രാമിലെ റീൽസിന് അൺലിമിറ്റഡ് വ്യൂസ് കൂട്ടുന്ന വെബ്സൈറ്റ് ഇതാണ്. വ്യൂസ് മാത്രമല്ല ഇതുവഴി കൂട്ടാൻ പറ്റുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാം, ഇൻസ്റ്റഗ്രാമിൽ ലൈക്സിനെ കൂട്ടാം, ഇൻസ്റ്റഗ്രാമിലെ റീൽസിന് വ്യൂസും കൂട്ടാം, അതും കുറഞ്ഞ പൈസയ്ക്ക്. അപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് സെക്ഷനിൽ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ റീൽസിന് വ്യൂസ് കൂട്ടേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ അതേപോലെ ഫോളോസ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും താഴെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട് മച്ചാന്മാരെ. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നിടത്ത് ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ക്രിയേറ്റ് അക്കൗണ്ടിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ മച്ചാന്മാരെ, അതേപോലെ ഈ ഒരു kerala-booster.com ഒരു അക്കൗണ്ട് നമ്മൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് നമ്മൾ ഈ സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്ക്. നെയിം എൻ്റർ ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. ആ ഫസ്റ്റ് ബോക്സ് പാസ്വേഡ് എന്നുള്ള ബോക്സ് എൻ്റർ ചെയ്ത സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലും എൻ്റർ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഞാൻ അമുൽ കൃഷ്ണൻ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ശേഷം ഇമെയിൽ അഡ്രസ്സ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാസ്വേഡും എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ഗൈസ്. അതിനുശേഷം അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അതും കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി നമ്മൾ താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യാനുണ്ട് മച്ചന്മാരെ. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ സൈനപ്പ് എന്നുള്ള പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അങ്ങനെ നമുക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ് ഇമെയിലിൽ സേവ് ആയി കിടന്നോളും. അപ്പോൾ ഇനി ഇതുവഴി എങ്ങനെയാണ് ഫോളോസ്, ലൈക്സ്, വ്യൂസ് കൂട്ടുന്നതെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് ഞാനിതിൽ പറയുന്ന റീൽസിന് അൺലിമിറ്റഡ് വ്യൂസ് കൂട്ടുന്നതാണ്. ഫോളോസ് എങ്ങനെ കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം റീൽസിന് വ്യൂസ് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ മച്ചന്മാരെ, ഈ ഫോളോവേഴ്സും ലൈക്സും അതേപോലെ റീൽസിന് വ്യൂസും കയറുന്നതിൻ്റെ പ്രൂഫ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനുവേണ്ടി ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട വരത്തില്ലേ. എൻ്റെ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം കാണിച്ചാൽ എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വഴി ലൈക്സും ഫോളോവേഴ്സും വ്യൂസും എല്ലാം കൂട്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, താഴോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സർവീസ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സർവീസ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് കണ്ടോ, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂട്ടാം, ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടാം, ഇൻസ്റ്റഗ്രാം വ്യൂസ് കൂട്ടാം. ഓക്കെ, അത്ര 3 ഫീച്ചേഴ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചോ, ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്ത്, എന്നിട്ട് നിങ്ങൾ ഫോളോവേഴ്സ് കിട്ടണമെങ്കിൽ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. എന്നിട്ട് ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് അല്ല, നിങ്ങൾ ഏത് നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാമിലേക്കല്ലേ ഫോളോസ് കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ മച്ചാന്മാരെ, എന്നാലേ ഫോളോസ് കയറും. അപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യുക.
ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. ശേഷം താഴെ ക്വാണ്ടിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി ബോക്സിൽ എത്ര ഫോളോവറാണ് നമുക്ക് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 500 ഫോളോവർ 500 അടിക്കുന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 500 ഫോളോവേഴ്സിന് 199 രൂപയെ വരുന്നുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് 100 ഫോളോവേഴ്സൊക്കെ ആയിട്ടും ഓർഡർ ചെയ്യാം കേട്ടോ. 100 ഫോളോവേഴ്സിന് എത്ര വരുന്നത് നോക്കാം. 100 ഫോളോവേഴ്സിന് 39 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഞാനിവിടെ ഇനി മെയിൽ സർവീസ് എന്നുള്ളിടത്ത് നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം ലൈക്സ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്തിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്, ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടുന്നത് ആ ഫോട്ടോയുടെ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അഥവാ റീലിന് ലൈക്ക് കൂട്ടുകയാണെങ്കിൽ റീലിൻ്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം ക്വാണ്ടിറ്റിയിൽ എത്ര ലൈക്സ് ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് ലിങ്ക് എന്നുള്ള ബോക്സിൽ കൊടുക്കേണ്ടത് യൂസർ നെയിമാണ്. ലൈക്സ് കൂട്ടാൻ നേരത്ത് ഏത് ഫോട്ടോയ്ക്കാണോ ഏത് വീഡിയോയ്ക്കാണോ ലൈക്ക് കൂട്ടുന്ന ആ വീഡിയോയുടെ ലിങ്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റാഗ്രാം വ്യൂസ് എന്നുള്ള സർവീസ് ഉണ്ട് താഴെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് റീലിനാണോ വ്യൂസ് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് ആ റീലിൻ്റെ ലിങ്ക് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. അത് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മച്ചാന്മാരെ. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റ് മേളിലോട്ട് നീക്കി വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചാന്മാരെ, ഇവിടെ കറൻറ്റ് ബാലൻസ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ട് ആഡാക്കാം. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡെപ്പോസിറ്റ് നൗ എന്ന് എഴുതിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് നൗ എന്ന് എഴുതിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഹൗ ടു ആഡ് ഫണ്ട് എന്നുള്ളൊരു, എങ്ങനെയാണ് ഫണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ താണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഫണ്ട് ആഡാക്കാവുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ എപ്പോൾ കണ്ടിട്ട് വന്നാലും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടിട്ട് മാത്രം വേണം ഈ സൈറ്റിലേക്ക് ഫണ്ട് നിങ്ങൾ ആഡാക്കാൻ. ഓക്കെ, അത് കാണാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യേണ്ട രീതി കാണിച്ചു തരാം. എന്നാലും നിങ്ങൾ ഇതാണ്ട ഈ പൈസ എങ്ങനെ ഈ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാന്നുള്ള ഈ ഒരു വീഡിയോ കാണണേ കേട്ടോ, മറക്കരുത്. ഓക്കെ, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 30 രൂപയാണ്. 1000 അതായത് ഇൻസ്റ്റഗ്രാമിലെ റീൽസിന് 1000 വ്യൂസ് കൂട്ടുന്നതിന് 30 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 30 എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോൾ 500 എൻ്റർ ചെയ്തിട്ട് പേ ചെയ്യാം, 1000 പേ ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഞാനിവിടെ 30 രൂപയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടി 30 എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേ എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ QR സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഞാൻ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം, പേടിഎം വഴിയും പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ആ QR പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നു. ഫാം പേ വെച്ചിട്ടൊക്കെ നമുക്ക് ഈ പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് താഴെ QR കണ്ടോ, QR സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത QRലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ താഴെ അപ്ലോഡ് QR എന്നുണ്ട് മച്ചന്മാരെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ QR ഇവിടെ വരുന്നതാണ് മച്ചന്മാരെ. ഫസ്റ്റ് തന്നെ നമ്മുടെ QR വന്നിട്ടുണ്ട്. ഞാൻ ആ QRലേക്ക് ആ QR സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ 30 രൂപ ആ QRലേക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മച്ചാന്മാരെ. 30 രൂപ ആളായിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സൈറ്റിലേക്ക് വരിക. ഇനി ഇവിടെ നിങ്ങൾ ക്ലോസോ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ വെച്ചേക്കുക സ്ക്രീൻ. ഓക്കെ, അപ്പോൾ കണ്ടോ ഇങ്ങനെ തന്നെ വെച്ചേക്കുക, ക്ലോസ് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഫണ്ട് ഇതിലേക്ക് ആഡിങ് സക്സസ്ഫുള്ളായി. അങ്ങനെ നമ്മൾ വെരിഫൈ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ബാലൻസിൽ 30 രൂപ വന്നിട്ടുണ്ട്. ബാലൻസിൽ 30 രൂപ ആഡായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ റീൽസിന് വ്യൂസ് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മച്ചാന്മാരെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് മേൽ കേരള ബൂസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ ലോഡായി എത്തും മച്ചാന്മാരെ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ താപ്പോട്ട് നീക്കി വന്നിട്ട് നമ്മളിവിടെ സർവീസ് സെലക്ട് ചെയ്യുകയാണ്. സർവീസ് ക്ലിക്ക് ചെയ്യുകയാണ്. സർവീസിലാണല്ലോ ഈ സർവീസൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം വ്യൂസ് എന്നുള്ള ഒരു സർവീസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ റീലിന് വ്യൂസ് കിട്ടുന്നതാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നിട്ട് ലിങ്ക് എന്നുള്ള ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന ഏത് റീലിനാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ബോക്സിനകത്ത് അമർത്തി പിടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക ആ ലിങ്ക്. ഓക്കെ, ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട്, എത്ര വ്യൂസ് നിങ്ങൾക്ക് വേണമെന്ന്. ആ ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സ് എത്ര ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്യുക. ഞാനിവിടെ 1000 വ്യൂസാണ് കൂട്ടാൻ പോകുന്നത്. 1000 വ്യൂസിന് 30 രൂപയെ വരുന്നുള്ളൂ. താഴെ കാണിക്കുന്നുണ്ട് 30 രൂപയെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്കൊരു
10,000 വ്യൂസിന് എത്രയാണ്? 10,000 വ്യൂസിന് 300 രൂപയെ വരുന്നുള്ളൂ. ഓക്കെ, 300 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1000 വ്യൂസ് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. 1000 വ്യൂസിന് 30 രൂപ. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുത്തിട്ട് നമ്മളിവിടെ പ്ലേസ് ഓർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഓർഡർ റെസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും കേട്ടോ, ഓർഡർ റെസീവ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ റീൽസിന് 1000 വ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു മച്ചന്മാരെ. ഓക്കെ, ഇതൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ റീൽസിനും വ്യൂസ് കൂടുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ അതേപോലെ ഈ വെബ്സൈറ്റിനെ താപ്പോട്ട് നീക്കിപ്പോയാൽ അടിയിൽ ഇവരുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മുടെ കറണ്ട് ബാലൻസ് 0 ആയിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഈ വെബ്സൈറ്റിൽ കിടന്ന് 30 രൂപയ്ക്ക് നമ്മൾ വ്യൂസ് ഓർഡർ ചെയ്തല്ലോ. ഇനി ഫോളോസോ ലൈക്സോ വ്യൂസോ കൂട്ടണമെങ്കിൽ ഇനിയും ഫണ്ട് ആഡ് ആക്കുക. ഫണ്ട് എങ്ങനെയാണ് ആഡ് ആക്കേണ്ടത്? ഈ ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് ലോഡായി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഹൗ ടു ആഡ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ട് മാത്രം ഫണ്ട് ആഡ് ആക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ മച്ചന്മാരെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്തെ ഇപ്പോൾ ഞാനിവിടെ സർവീസ് സെലക്ട് ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എടുത്തിട്ട് നമ്മൾ താപ്പോട്ട് നീക്കി വരുമ്പോൾ ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്? ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ്. ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ മച്ചന്മാരെ. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോയ്ക്ക് ലൈക്ക് കൂട്ടാൻ നേരത്ത് ലിങ്ക് എന്നുള്ള ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയുടെ ലിങ്കോ അല്ലേ ഇപ്പോൾ റീൽ വീഡിയോയ്ക്ക് ലൈക്ക് കൂട്ടണ്ടെങ്കിൽ റീലിൻ്റെ ലിങ്കും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ വീഡിയോ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഈ വെബ്സൈറ്റ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ തന്നെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താപ്പോട്ട് നിൽക്കി വന്നാൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുണ്ട്. ഈ ആഡ് ടു ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുൻവശത്ത് നമുക്കിത് ആഡാക്കി ഇടാവുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ വരും, കണ്ടോണേ, കണ്ടോ, ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് ലിങ്ക് എന്നുള്ള ബോക്സിൽ യൂസർ നെയിം കൊടുക്കുക. ഇൻസ്റ്റഗ്രാമിൽ ലൈക്സ് കൂട്ടാൻ നേരത്ത് ഇപ്പോൾ ഏത് ഫോട്ടോയ്ക്കാണ് ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക. അഥവാ ഏത് റീൽ വീഡിയോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇൻസ്റ്റഗ്രാം വ്യൂസ് കൂട്ടാൻ നേരത്ത് ഏത് റീൽ വീഡിയോയ്ക്കാണോ ലൈക്സ് കൂട്ടേണ്ടത്, ഏത് റീൽ വീഡിയോയ്ക്കാണോ വ്യൂസ് കിട്ടുന്നത് ആ റീലിൻ്റെ ലിങ്ക് കൊടുത്ത് ഓർഡർ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല കിടിലം വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് എവറായി വാങ്ങാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ വെച്ചാൽ ബൈ.